RJD ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീമതി അനു ചാക്കോ സംസാരിക്കുന്നു. ഓം ശ്രീ നാരായണ പരമഗുരുദേവ് നമഃ. സമാപന സംഗമത്തിൻ്റെ അധ്യക്ഷൻ, ഇന്ത്യൻ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ അഭിമാനം NK പ്രേമചന്ദ്രൻ സാർ, സമാപന സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച സുദീർഘ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ ഉടമയും കേരളത്തിൻ്റെ പ്രതീക്ഷയുമായ പ്രിയങ്കരനായ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാർ, ആരാധ്യനായ ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതി ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ, നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സാർ, മുഖ്യ പ്രഭാഷണം നടത്തിയ VD സതീശൻ സാർ, CB കുമാർ സാർ, മുൻ MLA ശ്രീ വർക്കല ഖക്കാർജി, ശ്രീമതി സ്മിതാജി, അഡ്വക്കേറ്റ് അനിൽജി, KT സുധാകരൻജി, അനിൽ കടാലിൽ, ശ്രീമദ് റിതാംബാനന്ദജി, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും നമസ്കാരം. ഭാരതത്തിന് മാത്രമല്ല, ലോകത്തിന് തന്നെ മാതൃകയായ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താവും മതം ഏതായാലും മനുഷ്യൻ നന്നായി മതി എന്ന് നമ്മെ പഠിപ്പിച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന സന്ദേശം മാനവരാശിക്ക് നൽകിയ ആത്മീയ ഗുരു, വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കുവാനും മാണ് വിദ്യ എന്ന മഹത്തായ ആശയം പഠിപ്പിച്ച ആത്മീയ തേജസ്, സാമൂഹ്യ പുരോഗതിക്ക് ആവശ്യം ദേവാലയങ്ങളെക്കാൾ വിദ്യാലയങ്ങളാണെന്ന് ഉത്ബോധിപ്പിച്ച, അനാചാരങ്ങൾക്കെതിരെയും ജാതീയ വേർതിരികൾക്ക് എതിരെയും ശബ്ദമുയർത്തിയ ആത്മീയ ഗുരു, പലതരത്തിലുള്ള അനാചാരങ്ങൾ കേരളത്തിന് നടമാടിയ കാലഘട്ടത്തിൽ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഭാരതമൊട്ടാകെ സഞ്ചരിച്ച, സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെട്ട ജനവിഭാഗത്തിന് ആത്മവിശ്വാസം നൽകാൻ ഗുരു നേതൃത്വം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ സമ്പന്നർക്കും ഉന്നത ജാതിക്കാർക്കും മാത്രം അവസരം ലഭിച്ചിരുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും അർഹമായ പരിഗണന ലഭിക്കണമെന്ന് വാദിക്കുകയും അത് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ട് സാധിക്കുകയും ചെയ്തു. യാതനകളും പീഡനങ്ങളും മാത്രം സഹിച്ചിരുന്ന ഒരു സമൂഹത്തിന് വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഗുരു വഹിച്ച പങ്ക് വിലമതിക്കാൻ പറ്റാത്തതാണ്. ഇന്ന് ലോകം മുഴുവൻ ഗുരുവിൻ്റെ ദർശനങ്ങൾ വലിയ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ലോകമെമ്പാടും ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള ആരോഗ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക സ്ഥാപനങ്ങൾ തലയുയർത്തി നിൽക്കുകയാണ്. ശിവഗിരി തീർത്ഥാടനത്തിലേക്ക് മനുഷ്യരുടെ മനസ്സുകളുടെ ശുദ്ധീകരണം നടത്താനും ഗുരുവിൻ്റെ ആത്മീയ ചൈതന്യം ഹൃദയത്തിലേക്ക് ആവാഹിക്കാനും ലക്ഷക്കണക്കിന് ഗുരുഭക്തന്മാരാണ് ഈ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ പുണ്യഭൂമിയിൽ നിൽക്കുമ്പോൾ ഗുരുധർമ്മ പ്രചാരണ സഭയുടെ പ്രവർത്തകയും പ്രഭാഷകയുമായിരുന്ന ശ്രീമതി രമാഭായി ഉള്ളൂരിൻ്റെ ഗുരുദർശനം യുഗാന്തരങ്ങളിലൂടെ എന്ന പുസ്തകത്തിൽ നിന്ന് ഗുരുവിൻ്റെ ജീവിതത്തെ സന്ദേശങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയുവാൻ ഇടയായി. അത് ഒരു ഭാഗം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ശിവഗിരി സന്ദർശന വേളയിൽ ഗാന്ധിജിയും ഗുരുവും ശാരദാമഠത്തിൻ്റെ സമീപമുള്ള മാവിൻ ചുവട്ടിലിരുന്ന് വിശ്രമിക്കുന്ന സമയത്ത് ജാതി വ്യവസ്ഥയെക്കുറിച്ച് മഹാത്മജി പരാമർശിക്കുകയുണ്ടായി. മനുഷ്യരിൽ പല ജാതികൾ ഉണ്ടാകുന്നത് പ്രകൃതിക്ക് അനുസരിച്ചാണല്ലോ. ഗാന്ധിജി മാവിൻ്റെ ഇലകളെ നോക്കിയിട്ട് ഗുരുവിനോട് ചോദിച്ചു, ഈ വൃക്ഷത്തിലെ ഇലകൾ തന്നെ പല വിധത്തിലല്ലേ കാണുന്നത്? മറുപടിയായി ഗുരു അരുളി ചെയ്തത് ഇങ്ങനെയാണ്: കാഴ്ചയിൽ ഇലകൾ വ്യത്യാസമുണ്ടാകാം, എന്നാൽ എല്ലാ ഇലകളുടെയും ചാറിന് ഒരു രുചിയായിരിക്കും. അതുപോലെ മനുഷ്യരും വിഭിന്നമായി തോന്നാമെങ്കിലും അവരുടെ സത്ത ഒന്ന് തന്നെയാണ്. തന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ലെന്ന് അറിയണം. അതാണ് അദ്വൈതം. അതിൻ്റെ സാരവും സത്തയും എത്ര ലളിതമായിട്ടാണ് ഗുരുദേവൻ നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുക ആയിരുന്നെങ്കിൽ
മനുഷ്യൻ അങ്ങനെ ജീവിച്ചാൽ ലോകത്തിലെ സമാധാനം നിലനിൽക്കും. ഇന്നത്തെ മണിപ്പൂരോ ആസാമോ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തമ്മലോ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. ആദ്യമായി എനിക്കിവിടെ വരാൻ കഴിഞ്ഞത് കഴിഞ്ഞ 74ാമത്തെ തീർത്ഥാടന സമ്മേളനത്തിലാണ്. എൻ്റെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവജിയോടൊപ്പമാണ് ഞാനിവിടെ പങ്കെടുക്കാൻ വന്നത്. ഇന്ന് വീണ്ടും എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത് ഗുരുവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമ്പന്ന വേദിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം നൽകിയ ശിവഗിരി മതാധിപരോടും സന്യാസി ശ്രേഷ്ഠന്മാരോടും ഗുരു പ്രചാരകരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് പ്രത്യേകിച്ചും ഞാൻ വളരെ കുറച്ച് മുമ്പേ ഇവിടെ എത്തി. ഞാൻ മഠത്തിൻ്റെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇന്നെനിക്ക് ശരിക്കും ഗുരുദേവൻ ഒരു അത്ഭുതം എന്നോട് സംസാരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന മതത്തെ ചൊല്ലിയുള്ള ഈ സ്പർദ്ധ ഇന്ന് 2 പേരെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. രാവിലെ എത്തിയപ്പോൾ ഞാൻ ഒരു മുൻ MLA അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, കഹാർജിയുടെ ഞാൻ പറഞ്ഞു, പിന്നെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ വർഷം കഹാർജി, കാരണം ഞാൻ 18 വർഷം മുമ്പ് ഇവിടെ ഈ മഠത്തിൽ അന്ന് വന്നപ്പോൾ അന്ന് അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ വന്നപ്പോഴും ഞാൻ ഇദ്ദേഹത്തെ ഇവിടെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ex-MLA ആണല്ലേ, അടുത്ത ഈ 25-ന് വീണ്ടും MLA ആയിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ് എന്നോട്, അത് മാഡം ഗുരുദേവനോട് പ്രാർത്ഥിച്ചാൽ മതി. കഹാർ എന്ന പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതിനപ്പുറത്ത് എൻ്റെ ഇപ്പുറത്തെ സൈഡിലിരുന്ന ഒരു അച്ഛനാണ്. അദ്ദേഹം പറയുന്നു, ശിവഗിരി തീർത്ഥാടകർക്ക് വേണ്ടി പള്ളി തുറന്നു കൊടുക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. ശരിക്കും പറയാൻ നമ്മുടെ ഗുരുദേവൻ, കാരണം ഞാൻ ഡൽഹിയിൽ ജനിച്ച് വളർന്ന് പഠിച്ച് ആളായതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനോ പഠിക്കാനോ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിരമാവായി ടീച്ചറിൻ്റെ ഇതിലൊക്കെയാണ് ഞാൻ പഠിച്ചതെങ്കിലും, പക്ഷേ എനിക്കൊരു കാര്യം കൂടെ ഇപ്പോൾ പറയാനുണ്ട്. നമ്മുടെ ഗുരുദേവൻ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ നേരത്തെ ഈ ഗുരുദേവൻ്റെ പ്രചാരം നോർത്ത് ഇന്ത്യയിലൊക്കെ വന്നിരുന്നെങ്കിൽ ഇന്ന് ഈ മണിപ്പൂരിൽ നടക്കുന്ന ഈ വിഷവൃത്തിയൊന്നും നടക്കത്തില്ലായിരുന്നു, ഈ കൂട്ടക്കുരുതിയൊന്നും നടക്കത്തില്ലായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് ഈ മഹാസംഗമത്തിന് ഇന്ന് ഒന്നും കൂടെ പറയാനുള്ളത്, മനുഷ്യകുലത്തെ ഏകാധിപത്യത്തിലേക്ക് നയിച്ച വത്തിക്കാൻ്റെ മതസമ്മേളനം മതസൗഹാർദ്ദത്തിൻ്റെ വിശ്വദീപമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം അത് ഈ ലോകം മൊത്തം എന്നല്ല, നോർത്ത് ഇന്ത്യയിൽ മൊത്തം എല്ലാ പത്രങ്ങളിലും ഇത്രയും വിശിഷ്ടമായ ഇന്ന് ഗുരുവിനെക്കുറിച്ചും പറയാനുള്ള ഒരവസരം എനിക്ക് തന്നതിൽ ഞാൻ നന്ദി പറയുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം.